ഹലോ നമസ്കാരം. അന്നൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാ ഫിഷ് ഫ്രൈ ആക്കുന്നതെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇന്ന് എവിടെ എടുത്തിട്ടുള്ള മീൻ എന്ന് പറയുന്നത് അയക്കൂറയാണ്. നല്ല അടിപൊളി അയക്കൂറ ഫ്രൈ എങ്ങനെയാക്കാന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഫിഷ് ഫ്രൈ ആക്കാനുള്ള മസാലയാണ് റെഡിയാക്കാൻ പോകുന്നത്. മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാൻ ആദ്യം തന്നെ വെച്ച് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളി ഞാനൊരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 6 എണ്ണം ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാനൊരു 4-5 അല്ലി എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ സ്വന്തം കരിവേപ്പിലയും ഒരു തണ്ടിൽ മാത്രമേ ഞാനിവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അടുത്തതായി വേണ്ടത് നമ്മളെ ജീരകമാണ്. ജീരകം ഞാനിവിടെ 1 ടീസ്പൂണിൻ്റെ അളവിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മളെ സ്വന്തം കുരുമുളകാണ്. കുരുമുളക് ഞാനിവിടെ ഒരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂണിൻ്റെ അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു കല്ലിലിട്ടിട്ട് ചതച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് ജെർക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കല്ലിൽ ചതച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് മസാലാസാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മസാലാസ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ മുളക് പൊടി, നമ്മളെ സാധാ മുളക് പൊടി 1.5 ടീസ്പൂണിൻ്റെ അളവിൽ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണിൻ്റെ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണിൻ്റെ അളവിൽ മല്ലിപ്പൊടിയും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 പിഞ്ചിൻ്റെ അളവിൽ മഞ്ഞൾ പൊടിയും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ അല്പം വെളിച്ചെണ്ണയും കൂടിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കണക്ക് പറയുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണിൻ്റെ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഞാനിവിടെ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക വേണ്ടത്. ഇതുപോലെ സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നിങ്ങൾക്കിത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക വേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷിൻ്റെ പീസസ് എടുത്തിട്ട് ഈ മസാലയിൽ വെച്ചിട്ട് ഇതുപോലെ മാഗ്നേറ്റ് ചെയ്ത് എടുത്ത് വെക്കുക വേണ്ടത്. ഓരോ സൈഡിലായിട്ട് ഓരോ പീസസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. എല്ലാ ഫിഷിനും മസാലാസ് ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 5 to 10 മിനിറ്റ്സ് ഫിഷിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമേ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പം മോസ്റ്റ്ലി ഞാൻ മൺചട്ടിയിൽ തന്നെയാണ് ഫിഷും ചിക്കനും ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാറ്. അപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മൺചട്ടി എടുത്ത് ഗ്യാസിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ചട്ടി ചൂടാകാൻ വെയിറ്റ് ചെയ്യാം. ചട്ടി ലൈറ്റായിട്ട് ചൂടാകുമ്പോൾ തന്നെ ഞാനിവിടെ ഒരു വാഴയിലേൻ്റെ പീസാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ വാഴയില ഒന്ന് ചൂടായി വരട്ടെ. നല്ലോണം വേണ്ട, ഒന്ന് ലൈറ്റായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ കുക്കിംഗ് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ആ ഒരു ടേസ്റ്റ് കോക്കനട്ട് ഓയിലിനാണ് കറക്റ്റ് വരിക. അപ്പോൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ഓയിലൊന്ന് ചൂടായി വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടായതിന് ശേഷം ഞാനിവിടെ കരിവേപ്പില അതിൻ്റെ മേലെ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാൻ പറ്റും. അപ്പം ആ ഓയിലൊന്ന് ചൂടായതിന് ശേഷം മാത്രം കരിവേപ്പില ഇട്ടിട്ട് നമുക്ക് അതിനകത്തേക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം ഓരോ പീസസ് ആയിട്ട്.
ഫിഷിൻ്റെ ഒരു സൈഡ് തന്നെ ലൈറ്റായിട്ടൊരു ഷാലോ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അതിനു മുന്നേ ഓപ്പോസിറ്റ് സൈഡ് ഫ്രൈ ചെയ്തതിന് മുമ്പേ ഞാനിവിടെ അല്പം കരിവേപ്പില മേൽഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഓപ്പോസിറ്റ് സൈഡ് ഒരു സ്പാച്ചുല വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കരിവേപ്പിലേൻ്റെയും വെളിച്ചെണ്ണേൻ്റെയും ഫ്ലേവർ കുറച്ചും കൂടി ആ ഫിഷിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം ഏകദേശം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചട്ടുകം വെച്ചിട്ടോ ഓപ്പോസിറ്റ് സൈഡും കൂടി ഒന്നും കൂടി ടേൺ ചെയ്ത് കൊടുക്കുക. ഫിഷ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പൊട്ടിപ്പോകാണ്ട്. എൻ്റെ ഒരു പീസ് പൊട്ടിപ്പോയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിഷിൻ്റെ. അപ്പം മെല്ലനെ എല്ലാ ഫിഷും ടേൺ ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താ ഒരു സൈഡ് മാത്രം നല്ലോണം ഫ്രൈ ആയതിനു ശേഷം തിരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഫിഷ് പൊട്ടിപ്പോകുന്നില്ലല്ലോ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ലേന്ന്. പക്ഷേ ക്രിസ്പി ആയിട്ട് കിട്ടും, അതിൻ്റെ കൂടെ സോഫ്റ്റായിട്ട് ഉണ്ടാകാൻ ചാൻസസ് കുറവാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫിഷ് ഫ്രൈ ആണ് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് കമൻറ്റിൽ പറയൂ എങ്ങനെയുണ്ടായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഓരോ പീസസ് ആയിട്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അയക്കൂര ഫ്രൈന്റെ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇങ്ങനെയാട്ടോ അയക്കൂര ഫ്രൈ ആക്കാറ്. നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ആക്കാറ്? ആണെങ്കിൽ കമന്റിൽ പറയാൻ മറന്നു പോകല്ലേ. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതായത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ബൈ ബൈ.